ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിൽ ഒന്നിനെക്കുറിച്ചാണ്. ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്രൈസിസ്. യുനെസ്കോ ഒക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് പലപ്പോഴും കുട്ടികൾ 13-15 വർഷം സ്കൂളിൽ ചെലവഴിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വെളിയിൽ വരും. ആ സർട്ടിഫിക്കറ്റിന് യാതൊരു മൂല്യവും അവരുടെ ജീവിതത്തിൽ കൊടുക്കാനില്ല. ആ ക്ലാസ്സിന് വേണ്ട അർഹിക്കുന്ന സ്കില്ലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമോ അവർക്ക് അതിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രഥം എന്ന് പറയുന്ന NGO എല്ലാ വർഷവും ആനുവൽ സ്റ്റേറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട് എന്നൊരു റിപ്പോർട്ട് സമർപ്പിക്കാറുണ്ട്. അത് ലക്ഷങ്ങളോളം കുട്ടികളെ സർവേ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിൽ അവർ പറയുന്നത് പലപ്പോഴും 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 2ാം ക്ലാസ് നിലവാരം പോലും ഇല്ല, 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 5ന് നിലവാരം പോലും ഇല്ല. ഇത് ഞങ്ങളുടെ ഒരു റിപ്പോർട്ടാണ്. പല നല്ല സ്കൂളുകൾ എന്ന് വെച്ചാൽ മിഡിൽ ക്ലാസ് പോകുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല സ്കൂളുകളുടെ ഒരു ആവറേജ് റിപ്പോർട്ടാണ് നിങ്ങൾ കാണുന്നത്. 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് 5ാം ക്ലാസ്സിലെ നിലവാരം പോലും ഇല്ല. ഇത് ഇംഗ്ലീഷിൻ്റെ കേസ്ഥിതിയാണ്. ഈ ടീച്ചർമാർ നമ്മൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് നിങ്ങൾ എന്തുകൊണ്ട് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സിലബസ് ഒത്തിരി ഉണ്ട്, സിലബസ് കവർ ചെയ്യാൻ കഴിയുന്നില്ല. എന്താണ് ഇവരുടെയൊക്കെ സിലബസ്? ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ തീർത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് നോട്ട്ബുക്കുകൾ നിറച്ചതുകൊണ്ടോ സിലബസ് ആകുന്നില്ല. നമ്മളുടെ ലക്ഷ്യം കുട്ടികൾക്ക് എന്ത് കഴിവുണ്ടാകുന്നു, എന്ത് നൈപുണ്യങ്ങൾ ഉണ്ടാകുന്നു, എന്ത് സ്കിൽ ഉണ്ടാകുന്നു എന്നുള്ള ചോദ്യമാണ് ചോദിക്കേണ്ടത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? അത് എഴുതുന്നതാകാം, വായിക്കുന്നതാകാം, അല്ലെങ്കിൽ ലോകപരിചയമാകാം. അല്ലാണ്ട് എന്തെങ്കിലും കാണാതെ പഠിച്ച് ഒരു 1000 പരീക്ഷ ചെയ്തുകൊണ്ടൊന്നും ആകുന്നില്ല. ഈ ചിന്താഗതി മാറ്റാണ്ട് നമ്മുടെ വിദ്യാഭ്യാസം ആകുന്നില്ല. രക്ഷകർത്താക്കൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യമുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് അർഹിക്കുന്ന ന്യായം കിട്ടുന്നുണ്ടോ? അവരർഹിക്കുന്ന വിദ്യാഭ്യാസം, അവർക്ക് ഉപകാരപ്പെടുന്ന വിദ്യാഭ്യാസമാണ് അവർക്ക് കിട്ടുന്നത്. നിങ്ങളുടെ കുട്ടികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച വർഷങ്ങളാണ് ഇതിൽ ചെലവഴിക്കുന്നത്. അതിൽ നിന്ന് അവർക്ക് എന്താണ് കിട്ടുന്നത്? ടീച്ചർമാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ ക്ലാസ്സിൽ നിന്ന് എൻ്റെ കുട്ടികൾക്ക് എന്ത് കഴിവുകളാണ് വരേണ്ടത്? എല്ലാ വർഷവും നിങ്ങൾക്ക് ഒരു സ്കിൽ മാപ്പ് ഉണ്ടാവണം. കുട്ടികൾ വർഷം തുടങ്ങുമ്പം കുട്ടികൾ എവിടെയാണ് എന്നൊരു ധാരണ വേണം. അവർക്ക് എന്തറിയാം? 8ലും 10ലും പഠിക്കുന്ന കുട്ടികൾക്ക് അരിത്മെറ്റിക്കില് പ്ലേസ് വാല്യൂ അറിയാത്ത കുട്ടികളുണ്ട്, ബേസിക് മാത്സ് ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്ന അറിയാത്ത കുട്ടികളുണ്ട്. അപ്പോൾ എവിടെ എന്നുള്ള സ്കിൽ മാപ്പ് തുടങ്ങിയിട്ട് ഒരു ലക്ഷ്യം ഉണ്ടാകണം, സ്കിൽ ഗോൾ. ആ സ്കിൽ ഗോൾ വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. അല്ലാണ്ട് എത്ര പാഠം കഴിഞ്ഞുള്ളതല്ല. എൻ്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് ഇടപെടാൻ കഴിയുന്നുണ്ടോ, അത് അവരുടെ ജീവിതത്തിന് മൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ, അവരെ അത് മുന്നോട്ട് ജീവിക്കാൻ പ്രാപ്തരാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവരെവിടെ എത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ 50 മുതൽ 70% വരുന്ന ഗ്രാജുവേറ്റ്സ് വെറും അൺഎംപ്ലോയബിൾ, അതായത് ഒരു ജോലിയും ട്രെയിൻ ചെയ്താൽ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിലേക്ക് നിങ്ങളുടെ കുട്ടികളും ചേരാതിരിക്കാൻ ശ്രമിക്കുക. ടീച്ചർമാരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ദൈവത്തെ ഓർത്ത് ഈ സിലബസ് എന്ന വാക്ക് മാറ്റിവെച്ചിട്ട് എന്ത് സ്കില്ലാണ് എൻ്റെ ലക്ഷ്യം, അത് നിങ്ങൾ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് മൂല്യമുണ്ടാകും, അവരുടെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടാകും. താങ്ക് യു.